രാഘവനാണോ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ചേട്ടന് പരിചയപ്പെടുത്തിയത്, അങ്ങനെ സ്വർണം പൂശാനുള്ള ആശയം കൊണ്ടുവന്നതൊക്കെ? അല്ല, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കാര്യത്തിൽ എനിക്ക് ഇപ്പോൾ പറഞ്ഞല്ലോ, ഞാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഒരു ഫേവറും ചെയ്തിട്ടില്ല. അയാൾ 2007 ആലപ്പുഴക്കാരനൊരു തിരുമേനിയുടെ ആളായിട്ടാണല്ലോ 2007 ശബരിമല വന്നതായിട്ട് മനസ്സിലാക്കുന്നത്. അച്യുതൻ തിരുമേനിയോ എന്തോ പറഞ്ഞിട്ട് ഒരാളുടെ ആളായിട്ടാണ് വരുന്നത്. അതിനു മുമ്പ് ഉണ്ണികൃഷ്ണൻ പോറ്റി എവിടെയായിരുന്നു എന്ന് നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടോ? ഉണ്ടോ? എങ്ങനെ? അതിനു മുമ്പ് എവിടെയായിരുന്നു? അത് 2007 ഉണ്ണികൃഷ്ണൻ പോറ്റി. ഞാൻ ഇങ്ങനെ ഇതിപ്പോൾ ബഹുമാനപ്പെട്ട കോടതിയായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ വല്ല FIR-നകത്ത് വരികയാണെങ്കിൽ അവിടെ പറയാനിരിക്കുന്ന കാര്യങ്ങളാണെങ്കിലും 2007 ഇയാൾ ശബരിമലയ്ക്ക് വരുന്നത്. ശബരിമലയിലെ എന്താ പറഞ്ഞേ, കേശാന്തിയുടെ സഹായിയായിട്ടാണ് വരുന്നത്. ഇദ്ദേഹം ശബരിമല വരുന്ന 2007 മുമ്പ് എവിടെയായിരുന്നു? അതെങ്കിലും ഒന്ന് കൊടുക്കണം സത്യസന്ധമായിട്ട്. ജലഹള്ളി അയ്യപ്പ ക്ഷേത്രത്തിലായിരുന്നു. ആ ജലഹള്ളി അയ്യപ്പ ക്ഷേത്രത്തിൽ നിന്നാണ് ഇയാൾ ശബരിമല കേശാന്തിയുടെ സഹായിയായിട്ട് വരുന്നത്. അവിടെ തന്ത്രം ആർക്കായിരുന്നു ജലഹള്ളി അയ്യപ്പ ക്ഷേത്രത്തിൽ? നിങ്ങളുടെ പങ്കല്ലല്ലോ എൻ്റെ പങ്ക്, നിങ്ങളുടെ പങ്കല്ല എൻ്റെ പങ്ക്. അതിനകത്ത് ശബരിമലയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി വരുന്നത് 2007 ആലപ്പുഴക്കാരനൊരു കീശാന്തിയുടെ സഹായിയായിട്ടാണ് വരുന്നത്. അതിനു മുമ്പ് അദ്ദേഹം ജലഹള്ളി അയ്യപ്പ ക്ഷേത്രത്തിലെ ശാന്തിക്കാരനായിരുന്നു. ആ കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിച്ച് അവിടെ കൂടെ പോയി അന്വേഷിച്ചിട്ട് പിന്നെ എന്തൊക്കെ വന്നാൽ ഞാൻ പറയാം. അല്ല, അതെ, അതാണ് അവിടെ അന്ന് ആരായിരുന്നു തന്ത്രി എന്നുള്ളത് അന്വേഷിക്കണം. ആരൊക്കെ തമ്മിലാണ് നേരത്തെ പരിചയം ഉണ്ടായിരുന്നത് എന്നുള്ളത് അന്വേഷിക്കണം. ഈ കാര്യങ്ങളൊക്കെ വരട്ടെ. അപ്പോൾ വെളിയിൽ വരുമ്പോൾ ഇതൊക്കെ തന്നെ ഓരോ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ പത്മകുമാറാണ് മുഴുവൻ. അങ്ങനെ ആക്കാൻ ഒരു ശ്രമം നടക്കുന്നുണ്ട്. എല്ലാം മാധ്യമങ്ങൾ ആ നിലയ്ക്ക് ശക്തമായി ശ്രമിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. മാധ്യമങ്ങൾ പത്മകുമാറിലേക്ക് കേന്ദ്രീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതെന്താ എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. ഇതിന്റെ രുദ്രാക്ഷമാലയുടെയും രോഗദണ്ഡിന്റെ കാര്യത്തിൽ ഈ അവിടെ വെച്ച് പണിത ആള് പറയുന്നു, അവിടെ വെച്ചാണ് പറയുന്നത്. പക്ഷെ ആ കാര്യങ്ങൾ വാർത്തയാകുന്നില്ല. അതൊക്കെ സ്വാഭാവികമായിട്ട് എല്ലാ വിഷയങ്ങളും എല്ലാം സത്യസന്ധമായിട്ടുള്ള മാധ്യമ പ്രവർത്തനമാണെങ്കിൽ അതൊക്കെ വരണമല്ലോ. അതിപ്പോൾ എൻ്റെ മകനെ കരാർ ഏൽപ്പിച്ചു. അവൻ കരാറ് പണിക്കാരനല്ല. അവിടെ വെച്ച് അത് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. അത് വൃത്തിയാക്കി കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് ചെയ്ത ആൾ കോഴഞ്ചേരി തന്നെ ഉണ്ട്. അവരെ അന്വേഷിച്ച് കണ്ടെത്താൻ വേണ്ടി തീരുമാനിച്ചു. അവിടെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു ഒരു പൈസ പോലും വാങ്ങിക്കാതെ അവിടെ വെച്ച് തന്നെയാണ്, ശബരിമല വെച്ച് തന്നെയാണ് ചെയ്തതെന്ന് പറഞ്ഞു. അപ്പോൾ സ്വർണ്ണദണ്ട് കൊണ്ടുപോയി എന്നാണ് പറഞ്ഞത്. അപ്പോൾ വേറെ ആൾ, അപ്പം ഞാൻ പറഞ്ഞത് തടി ഉപയോഗിച്ചിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ ഒരു മാധ്യമം പറഞ്ഞു അതിനെ അത്ര ലാഘവത്തോടു കൂടിയിട്ടാണ് പത്മകുമാർ കണ്ടിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ടാണ് വാർത്ത. അപ്പോൾ അതുകൊണ്ട് നല്ലതുപോലെ ഒറ്റതിരിച്ച് ആക്രമിക്കുക. ഈ ആക്രമണം കൊണ്ട് ദുർബലപ്പെടുമെന്നാരും ധരിക്കേണ്ട, ശക്തിപ്പെടൽ മാത്രമേ ഉണ്ടാകുള്ളൂ. ഞാനൊരു കാര്യം കൂടെ പറയാം. കഴിഞ്ഞ ദിവസം ആദ്യം ഈ പ്രശ്നം വന്നപ്പോൾ ഉണ്ടായിരുന്ന എൻ്റെ ഒരു മാനസികാവസ്ഥ, എൻ്റെ മുഖഭാവവും അല്ലല്ലോ നിങ്ങളെന്നും കാണുന്നവരാണല്ലോ കഴിഞ്ഞ ദിവസം കണ്ടത്. അതിനേക്കാൾ ശക്തമല്ലേ ഇന്ന്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ഈ ആക്രമണം, മാധ്യമങ്ങൾ എന്നെ ഒറ്റതിരിച്ച് ആക്രമിക്കുന്നത് എന്നെ ശക്തിപ്പെടുത്താൻ മാത്രമേ ഉപകരിക്കൂ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കും. ഒരു കാര്യം, ബോർഡ് ഒരു തീരുമാനം എടുക്കുന്നു, അത് അതേപടി നടപ്പാക്കുന്നുണ്ട് ഉദ്യോഗസ്ഥർ എന്ന് ആവർത്തിച്ചുറപ്പാക്കാനുള്ള ബാധ്യത കൂടി ഭരണസമിതിക്കല്ലേ, അല്ലെങ്കിൽ ദേവസ്വം ബോർഡിനില്ലേ? നോക്കട്ടെ എവിടൊക്കെയാണ് പെശവ് പറ്റിയിട്ടുള്ളതെന്ന് നോക്കിയിട്ട് നമുക്ക് നോക്കാം. എവിടൊക്കെയാണ് പെശവ് പറ്റിയിട്ടുള്ളതെന്ന് നോക്കട്ടെ, എന്നിട്ട് പറയാം. ഒരു കാര്യം, എന്തുകൊണ്ടാണ് ഈ കട്ടിളപ്പടി ചെമ്പ് എന്ന് രേഖപ്പെടുത്തിയിരുന്നത്? എവിടെ രേഖപ്പെടുത്തി? അത് അവരോട് ചോദിക്കണം, ഉദ്യോഗസ്ഥരോട് ചോദിക്കണം, ഞാനല്ല. ഈ ഉദ്യോഗസ്ഥ കൂടാതെ എനിക്ക് ഇപ്പോൾ പത്മകുമാറിനെ ഇരയാക്കാൻ നോക്കുകയാണോ അന്നത്തെ ചില ആളുകൾ ചെയ്ത കാര്യത്തിന്? ഇപ്പോൾ കാരണം ഇപ്പോൾ ഇത് തുടങ്ങുന്ന 2025 പ്രശ്നത്തിലാണ്. ഈ നിലവിൽ ദേവസ്വം പ്രസിഡന്റിന് ഇപ്പോൾ പ്രശ്നമില്ല. പക്ഷേ ഇതെല്ലാം കറങ്ങി തിരിഞ്ഞ അവസാനം 2019 മാത്രമാണ് പ്രശ്നം നടന്നതെന്നാണ് ഇപ്പോൾ പറയുന്നത്. എല്ലാം 19 FIR-കളൊക്കെ ഇപ്പോൾ വന്നിരിക്കുന്നത്. ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇനി ശബരിമലയായിട്ട് ബന്ധപ്പെട്ട് ശബരിമല ക്ഷേത്രം 1950 അതിനു മുമ്പും അവിടെ ഉണ്ടായ സംഭവം ഉൾപ്പെടെ അതെല്ലാം 2019 ദേവസ്വം ബോർഡിൻ്റെ കാലഘട്ടത്തിലാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉൾപ്പെടെ മറുപടി പറയാൻ ഞാൻ തയ്യാറാണെന്നേ. അപ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ, ഇതെല്ലാം കൂടെ പത്മകുമാറിൻ്റെ നെഞ്ചത്തോട്ടിരിക്കട്ടെന്നേ. ഇത് ശബരിമല ഉണ്ടായിട്ടുള്ള മുഴുവൻ കാര്യങ്ങളുടെ ഉത്തരവാദിത്തം 2019 ഭരണസമിതിക്കാണോ? ഈ അവതാരങ്ങളെ മുഴുവൻ അവിടെ കൊണ്ടുവന്നത് 2019 ഭരണസമിതിയാണോ? അല്ലല്ലോ. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി 2007 ശബരിമല വന്ന ആളാണ്. 2007 മുതൽ അവിടെ ഉള്ള ആളാണ്. അതെങ്ങനെയാണ് 2017-19 നിന്ന ഭരണസമിതി മാത്രം അതിന് മറുപടി പറയേണ്ട സാഹചര്യം വരിക?
നമ്മളെക്കാളൊക്കെ വേറെ ബന്ധങ്ങളുള്ളവരുണ്ടല്ലോ അവിടെ, അവരൊക്കെ മറുപടി പറയേണ്ടി വരും. ഇന്നല്ലെങ്കിൽ നാളെ ഇതിനകത്ത് സത്യം തെളിയും. ആ സത്യം തെളിയുമ്പം മറുപടി പറയേണ്ടവരെല്ലാം പറയേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം എനിക്കില്ല. ചേട്ടാ, ഒരു കാര്യം കൂടി ചോദിച്ചേട്ടാ, ഈ പ്രതിപക്ഷ നേതാവും രമേശ് ചെന്നിത്തലയും പറയുന്ന ഒരു കാര്യം, ഈ രുദ്രാക്ഷമാലയും യോഗദണ്ഡും അന്ന് ഈ സ്വർണ്ണം പൂശാനെ കൊടുക്കുമ്പോഴേ അത് ദേവസ്വം പ്രസിഡന്റിന്റെ കുടുംബത്തിന് തന്നെ കൊടുക്കുന്ന ഒരു ഔചിത്യത്തിന്റെ പ്രശ്നമില്ലെന്ന് ചോദിക്കുന്നുണ്ട്. അത് യാതൊരു നടപടികളില്ലേ, ഒരു ഔചിത്യത്തിന്റെ പ്രശ്നമില്ലെന്ന് ചോദിക്കുന്നുണ്ട്. പ്രതിപക്ഷ നേതാവിൻ്റെ ചോദ്യങ്ങൾക്കൊക്കെ ഇനിയിപ്പോൾ ഞാൻ മറുപടി പറയാൻ പോണോ? ഇതിൻ്റെയൊക്കെ ആദ്യം തുടക്കം അവിടെ നിന്നാണെന്നുള്ളത് ഇപ്പോൾ തെളിഞ്ഞില്ലേ? പീഠത്തിൻ്റെ കാര്യം വന്നപ്പോൾ ആരാ ഗൂഢാലോചന നടത്തിയെന്ന് ഇപ്പോൾ വന്നില്ലേ? അപ്പം അതുകൊണ്ട് പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച പ്രശ്നത്തിന് ഞാൻ മറുപടി പറയുന്നില്ല. പക്ഷേ രമേശ് ചെന്നിത്തലയെ പോലുള്ള ബഹുമാന്യരായിട്ടുള്ള ആൾക്കാർ പറഞ്ഞിട്ടുള്ളത് ഇതിൻ്റെ ഔചിത്യത്തിൻ്റെ പ്രശ്നമല്ല. ഇത് ഈ പറഞ്ഞതുപോലെ സ്വർണം പൂശുക എന്ന് പറയുന്നത് അത് സ്വർണം പൂശാൻ പറ്റുന്ന സാധനമല്ല. അത് വെറുതെ പ്രചരിപ്പിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആദ്യം പറഞ്ഞു അത് സ്വർണ്ണദണ്ഡാണെന്ന് പറഞ്ഞു, അത് അവിടെ നിന്ന് വീട്ടിൽ കൊണ്ടുവന്നെന്ന് പറഞ്ഞു. ബഹുമാനപ്പെട്ട ഒരു മാന്യദ്ദേഹം എൻ്റെ വീട്ടിൽ വന്നപ്പോൾ സ്വർണ്ണദണ്ഡ് ഞാൻ വീട്ടിനകത്തിരിക്കുന്നത് കാണിച്ചു കൊടുത്തു എന്ന് വരെ പ്രസംഗിക്കുന്ന അവസ്ഥയുണ്ടായി. അപ്പോൾ അതുകൊണ്ട് ആ വക കാര്യങ്ങളെപ്പറ്റി ഒന്നും ഇപ്പോൾ മറുപടി പറയുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഭരണകാലത്ത് ശബരിമല ക്ഷേത്രത്തിനെതിരായി അറിഞ്ഞോ അറിയാതെയോ എന്തെങ്കിലും പെശകുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനുത്തരം പറയാൻ ഞാൻ ബാധ്യസ്ഥനാണല്ലോ. കോടതി തീരുമാനിക്കട്ടെ, അപ്പോൾ നമുക്ക് പറയാം. രാജ്യത്തെ അന്വേഷണത്തോടും നിയമത്തോടും സഹകരിക്കാതെ മുമ്പോട്ട് പോകാൻ പറ്റുമോ? മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരും ഇതിൽ വരണം എന്ന് അങ്ങ് പറയുന്നുണ്ടോ? ഞാൻ ആരെയും കുറ്റപ്പെടുത്താനില്ല. ഈ പറഞ്ഞ എല്ലാ കുറ്റങ്ങളും എൻ്റെ ഭാഗത്താണ് കുറ്റങ്ങളെങ്കിൽ ഞാൻ ഏക്കുന്നേ. ഇത് മുഴുവൻ കുഴപ്പങ്ങളും പറഞ്ഞില്ലയോ, ശബരിമല ക്ഷേത്രം ഉണ്ടായ കാലം മുതൽ നാളിതുവരെ എന്ത് കുഴപ്പങ്ങളുണ്ടെങ്കിലും ഞാൻ ഏറ്റെടുക്കാൻ തയ്യാറാണല്ലോ. ശബരിമലയായിട്ട് ബന്ധപ്പെട്ട അത്ര ആർജവത്തോടു കൂടി തന്നെയാണ് ഞാൻ പറയുന്നത്. എൻ്റെ ഭാഗത്ത് ഒരു തെറ്റും ഉണ്ടായിട്ടില്ല, ഉണ്ടാകത്തുമില്ല. അങ്ങ് നേരത്തെ ചില വിദേശ യാത്രകൾ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു, അതൊക്കെ ഇനി മൊഴിയായിട്ട് എനിക്ക് കൊടുക്കുമോ? അല്ല, അതിപ്പോൾ നിയമപരമായിട്ട് ആലോചിച്ചല്ലേ പറയാൻ പറ്റൂ. നമ്മുടെ ചോദ്യങ്ങൾക്കും കാര്യങ്ങൾക്കും അല്ലേ മറുപടി പറയാൻ പറ്റൂ. അതൊക്കെ നോക്കാം. ബോർഡ് ഒരു കാര്യം തീരുമാനിക്കുന്നു, പക്ഷെ അതിന് കടകവിരുദ്ധമായിട്ട് ഉദ്യോഗസ്ഥർ രജിസ്റ്ററിലൊക്കെ രേഖപ്പെടുത്തി എന്നൊക്കെ പറയുന്നുണ്ട്. അത് അങ്ങനെയുള്ള കാര്യങ്ങളും അങ്ങ് ബോധ്യപ്പെടുത്തുമോ? നമ്മുടെ വീട് ലോക്ക് ചെയ്തിട്ടിട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു മോഷണം നടന്നാൽ അതിന് വീട്ടുകാരന് ഉത്തരം പറയേണ്ടി വരും എന്ന് പറഞ്ഞാൽ അത് വലിയ കഷ്ടമാണ്. എൻ്റെ വീട് ഞാൻ പൂട്ടിയിട്ടിട്ട് പോയി കഴിഞ്ഞിട്ട് രാത്രി മോഷണം നടന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരം വീട്ടുകാരൻ പറയണം എന്ന് പറയുന്ന പോലെയാണിപ്പോൾ നിങ്ങൾ പറയുന്നത്. എൻ്റെ ഭാഗത്ത് ഞാൻ പറഞ്ഞല്ലോ, വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ്, ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അറിഞ്ഞോ അറിയാതെയോ ഒരു കഴഞ്ച് തെറ്റ് എൻ്റെ ഭാഗത്തു നിന്നോ എൻ്റെ ബോർഡിൻ്റെ ഭാഗത്തു നിന്നോ ഉണ്ടായിട്ടില്ല. എവിടെയാണ് ഉണ്ടായിട്ടുള്ളതെന്ന് പരിശോധിച്ച് ബഹുമാനപ്പെട്ട കോടതിയെ വിവരം അറിയിക്കും. ജയശ്രീ എന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് നേരത്തെ സംശയങ്ങൾ ഉണ്ടായിരുന്നു. ഇതുവരെ അത് പറഞ്ഞേക്കാം, മാധ്യമങ്ങളല്ലാതെ ഇതുപോലുള്ള ഒരു കാര്യവും എന്നോട് ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല, എന്നോട് ചോദിച്ചിട്ടുമില്ല. എനിക്കൊരു അറിയിപ്പും വന്നിട്ടില്ല. നിങ്ങൾ കോടതി കൊടുക്കുന്നത് നിങ്ങളാണ്, കുറ്റം ചാർത്തുന്നത് മാധ്യമങ്ങളാണ്, പ്രതിസ്ഥാനത്താക്കുന്നത് നിങ്ങളാണ്. ഇതെല്ലാം മാധ്യമങ്ങൾ തന്നെയാണ് എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ദിവസവും രാവിലെ നിങ്ങളെ കണി കണ്ടുകൊണ്ടാണ് എൻ്റെ ജീവിതം ആരംഭിക്കുന്നത്. അതിൻ്റേതായ ഗുണവും ദോഷവും ഒക്കെ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്.